الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو يؤاخذ الله الناس بما كسبوا ما ترك على ظهرها من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم فإن الله كان بعباده بصيرا ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഹറമിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി കർബല സംഭവമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചത്. പ്രവാചകപൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ആ കാലത്തെ ഏകാധിപതിയായ യസീദും കിങ്കരന്മാരും ചെയ്ത ക്രൂരതയുടെയും അക്രമത്തിൻ്റെയും ചരിത്രമാണ് കർബല എന്ന് പറയുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയുടെ മണ്ണിൽ ധീര രക്തസാക്ഷിത്വം വരിച്ചു. അതോടുകൂടി ചരിത്രം അവസാനിക്കുകയായിരുന്നുവെങ്കിൽ ഭൂമിയിൽ അനീതിയാണ് ആത്യന്തികമായി വിജയിച്ചത് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. പക്ഷേ ചരിത്രം അവിടെയൊന്നും അവസാനിക്കുന്നില്ല. സത്യമോ ധർമ്മമോ നീതിയോ ഭൗതികമായ അർത്ഥത്തിലെങ്കിലും അത് പതിച്ചിരിക്കുന്നു, വീണിരിക്കുന്നു എന്ന ഒരവസ്ഥ വന്നാൽ അതോടുകൂടി ചരിത്രം അവസാനിക്കുന്നില്ല. ചരിത്രം അതിന് തുടർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ പതനം പോലും നീതിയുടെ പുലർച്ചയിലേക്കുള്ള, സത്യത്തിൻ്റെ വിജയത്തിലേക്കുള്ള, ധർമ്മത്തിൻ്റെ നേട്ടങ്ങളിലേക്കുള്ള പ്രയാണമായിട്ടാണ് മാറുക. അങ്ങനെ നോക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ അക്രമികളെ രണ്ട് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയാൻ സാധിക്കും. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ എതിർപക്ഷത്തുള്ള ആളുകൾ മാത്രമല്ല, ലോകത്ത് ഉടനീളം ഏതൊക്കെ അക്രമികളുണ്ടോ അവരെ എല്ലാം തന്നെ രണ്ട് രീതിയിലാണ് ഖുർആൻ കൈകാര്യം ചെയ്യുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയം വരെ, ഒരു നിശ്ചിത കാലം വരെ അവർക്കവരുടെ സ്വൈരവിഹാരം നടത്താനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയും ആ കാലത്തിന് ശേഷം ആ നിശ്ചിത ഘട്ടമായി കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവരെ പിടികൂടുകയും ചെയ്യുക. ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവരെ പിടികൂടുകയും ചെയ്യുക. അതാണ് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളിൽ ഒന്നാമത്തേത്. അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു തആല സൂറ അൽ ഫാത്തിർ അവസാന ഭാഗത്ത് പറയുന്നത്, വലൗ യുആഖിറുല്ലാഹു الناس ബിമാ കസബു വലൗ യുആഖിറുല്ലാഹു الناس ബിമാ കസബു
മനുഷ്യരെ അല്ലാഹു തആല അവരുടെ ചെയ്തികളുടെ പേരിൽ പിടികൂടുകയാണെങ്കിൽ, മനുഷ്യരുടെ ദുശ്ചെയ്തികളുടെ പേരിൽ അവരെ പിടികൂടുകയാണെങ്കിൽ, മാ തറക അലാ ളഹ്രിഹാ മിൻ ദാബ്ബ, ഭൂമിയിൽ ഒരു ജീവിയും അവശേഷിക്കില്ല. ഓരോ ചെയ്തികളുടെ പേരിലും അപ്പോൾ തന്നെ ഒരു കാലതാമസവും നൽകാതെ പിടികൂടുകയാണെങ്കിൽ ഭൂമിയിൽ ഒരു ജീവിയും അവശേഷിക്കില്ല. എന്നാൽ അള്ളാഹുവിന്റെ സമീപനം അതല്ല. അള്ളാഹു തന്നെ പറയാൻ, വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ. പക്ഷേ അല്ലാഹു തആല അവരെ ഒരു നിശ്ചിതമായ അവധിയിലേക്ക് പിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാറ്റിനും അവയുടെ പരാജയത്തിന്, അക്രമികൾക്ക് അവരുടെ പതനത്തിന്, അവരുടെ വീഴ്ചയ്ക്ക് ഒരു നിശ്ചിതമായ അവധി അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഫഇദാ ജാഅ അജലുഹും ഫഇന്നല്ലാഹ കാന ബിഇബാദിഹി ബസീറ. അവരുടെ അവധിയായി കഴിഞ്ഞാൽ നിശ്ചയം അല്ലാഹു തആല അവന്റെ അടിയാറുകളെ സംബന്ധിച്ച് അതിസൂക്ഷ്മമായി കാണുന്നവനാണ്, അറിയുന്നവനാണ്. തീർച്ചയായും അല്ലാഹു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നിശ്ചിത അവധി എത്തിക്കഴിഞ്ഞാൽ അക്രമിയുടെ പതനം ഈ ലോകത്ത് തന്നെ സംഭവിക്കും. അതാണ് ഒന്നാമത്തെ രീതി. ഈ ദുനിയാവിൽ തന്നെ ഒരു നിശ്ചിത അവധി എത്തിക്കഴിഞ്ഞാൽ അക്രമിയുടെ പതനമുണ്ടാവുക. ആ അവധി വരേക്കുള്ള സ്വൈരവിഹാരം അക്രമിക്കുണ്ടാവും. രണ്ടാമത്തെ അള്ളാഹുവിന്റെ സമീപനം അള്ളാഹു തന്നെ പറയാൻ, ചില വ്യക്തികളെയും സമൂഹങ്ങളെയും അവരുടെ ശിക്ഷ അള്ളാഹു പരലോകത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. എല്ലാ സമൂഹങ്ങളും അവരുടെ അക്രമം കൊണ്ട് ഈ ലോകത്ത് തന്നെ ഉന്മൂലനം ചെയ്യപ്പെടണം എന്നില്ല. ചില വ്യക്തികൾ, ചില സമൂഹങ്ങൾ, അവരുടെ പതനം, അവരുടെ പരാജയം, അവരുടെ ശിക്ഷ അല്ലാഹു തആല പരലോകത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. അല്ലാഹു പറയാൻ, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ. അല്ലാഹു ഇതൊന്നും കാണുന്നില്ലെന്ന് ആരും വിചാരിക്കണ്ട. അല്ലാഹു അശ്രദ്ധനാണെന്ന് ആരും വിചാരിക്കണ്ട. അമ്മാ യഅമലു ളാലിമൂൻ, അക്രമികളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അല്ലാഹു അശ്രദ്ധനല്ല. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ, ഇന്നമാ യുഅഖിറുഹും, നിശ്ചയം അല്ലാഹു തആല അവരെ പിന്തിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ, ദൃഷ്ടികൾ തുറിച്ചു നോക്കുന്ന ഒരു ദിനത്തിനു വേണ്ടി, പരലോക സന്ദർഭത്തിലേക്ക് അവരെ അല്ലാഹു തആല നീട്ടിവെച്ചിരിക്കുകയാണ്. അവരുടെ ശിക്ഷയെ അല്ലാഹു തആല പിന്തിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അല്ലാഹു ഇതിലൊന്നും, ഈ വിഷയങ്ങളിലൊന്നും ഇടപെടാതിരിക്കുന്നില്ല. അല്ലാഹു അക്രമികളോട് പ്രതികാരം ചെയ്യാതിരിക്കുന്നില്ല. ചിലർക്ക് ഈ ലോകത്തും പരലോകത്തും കിട്ടും. ചിലർക്ക് പരലോകത്ത് ഇരട്ടി ഇരട്ടിയായി, കഠിനമായി, തീഷ്ണമായി, ആ കാഠിന്യത്തിന് പരിധിയില്ലാത്ത അവസ്ഥയിൽ ലഭിക്കും. ഇങ്ങനെ രണ്ട് രീതിയിലാണ് അക്രമികളോടുള്ള അള്ളാഹുവിന്റെ സമീപനം. അതല്ലെങ്കിൽ അക്രമികൾ ഏറ്റുവാങ്ങുന്ന ശിക്ഷ. പറഞ്ഞതുപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ക്രൂരത ചെയ്ത, കർബലയുടെ മണ്ണിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അക്രമങ്ങൾ ചെയ്ത ആളുകൾക്ക് മാത്രമുള്ള ശിക്ഷയല്ല. ചരിത്രം അതോടുകൂടി അവസാനിക്കുകയായിരുന്നുവെങ്കിൽ അത് കൂടുതലൊന്നും പറയേണ്ടിയിരുന്നില്ല. പക്ഷേ ചരിത്രത്തിന്റെ വർത്തമാനങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഫലസ്തീനിൽ തുല്യതയില്ലാത്ത അക്രമത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ മക്കൾ, അവരെ അക്രമത്തിന് ഇരയാക്കിക്കൊണ്ടിരിക്കുന്ന സയനിസ്റ്റുകൾ ഇസ്രായേൽ, അതുപോലെ ചരിത്രത്തിൽ ഒരുപാട് വലിയ വലിയ അക്രമങ്ങളും അനീതിയും അധീശത്വവും ഒക്കെ കാഴ്ചവെച്ച സാമ്രാജ്യത്വം അമേരിക്ക, ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലുമെല്ലാം അവരെ കാഴ്ചവെച്ചിട്ടുള്ള കൂട്ടക്കുരുതികൾ. ഇങ്ങനെ ലോകത്ത് ആരൊക്കെ എവിടെയൊക്കെ അക്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ ആ അക്രമികൾക്ക് മുഴുവനും അള്ളാഹുവിന്റെ ശിക്ഷയുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷ അവർക്കൊന്നും ഇല്ലാതെ പോകുന്നില്ല. അതുകൊണ്ട് അക്രമികളുടെ സ്വൈരവിഹാരം കണ്ട് ആളുകൾ ചിന്തിക്കുക, എന്താണ് ഈ പലസ്തീനിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? എന്തുകൊണ്ട് പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ വരുന്നില്ല? എന്തുകൊണ്ട് ലോകത്തിന്റെ മുക്കുമൂലകളിൽ അക്രമം കാഴ്ചവെക്കുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും അധീശത്വം ലഭിക്കുന്നു? അതല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരുന്ന ആളുകൾ മുഴുവൻ അക്രമത്തിന് കൂട്ടുനിൽക്കുന്നു, അക്രമികൾക്ക് ഒപ്പിട്ട് കൊടുക്കുന്നു. ഇതാണല്ലോ അവസ്ഥ. എന്തുകൊണ്ട്
ലോകത്തിന്റെ അവസ്ഥ ഇങ്ങനെ നിലനിൽക്കുന്നു. നമ്മൾ അസ്വസ്ഥരാവണ്ട. തീർച്ചയായും അല്ലാഹു തആല ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫലസ്തീനിലെ ഓരോ കുഞ്ഞിനു വേണ്ടിയും പടച്ചവൻ പകരം ചോദിക്കും. ചരിത്രത്തിൽ എങ്ങനെയാണ് അക്രമികളോട് അല്ലാഹു പകരം ചോദിച്ചത്? അതൊരു വലിയ വിഷയമാണ്. അത് പെട്ടെന്ന് അക്രമം തുടങ്ങി വെച്ച ആ കാലം മുതൽ തന്നെ, അതല്ലെങ്കിൽ അക്രമം ചെയ്യുന്ന അവസ്ഥയിൽ തന്നെ അപ്പോൾ തന്നെ തുടങ്ങിവെച്ച അവിടെ മുതൽ തന്നെ അവരെ നശിപ്പിക്കുക എന്നതായിരുന്നില്ല അള്ളാഹുവിന്റെ നടപടിക്രമം എന്ന്. അള്ളാഹു അക്രമികളോട് സ്വീകരിച്ച സമീപനം ഒന്ന് സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, നമുക്ക് കർബലയിൽ നിന്ന് തന്നെ തുടങ്ങാം. കർബലയായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നത്. നമുക്കറിയാം, യസീദിന്റെ എല്ലാ അക്രമങ്ങൾക്കും ക്രൂരതകൾക്കും ശക്തി പകർന്നത് അദ്ദേഹത്തിന്റെ ഗവർണറായിരുന്ന ഹജ്ജാജ് ബിൻ യൂസുഫ് ആയിരുന്നു. ഹജ്ജാജ് ബിൻ യൂസുഫാണ് യസീദിന്റെ എല്ലാ അനീതികൾക്കും ഭൗതികമായിട്ടുള്ള വലിയ ശക്തിയും യസീദിന് വേണ്ടി സാധാരണക്കാരായ പാവപ്പെട്ടവരായ അതുപോലെ നല്ല മനുഷ്യരെ ക്രൂരമായ അക്രമങ്ങൾക്ക് ഇരയാക്കുന്നതിൽ എല്ലാ അർത്ഥത്തിലും യസീദിനെ പിന്തുണച്ച അദ്ദേഹത്തിന്റെ ഗവർണർ ഹജ്ജാജ് ബിൻ യൂസുഫ് പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് യസീദിന്റെ ഏകാധിപത്യപരമായ തീരുമാനങ്ങൾക്ക് ജനങ്ങളെ ഹജ്ജാജ് ബിൻ യൂസുഫ് കീഴ്പ്പെടുത്തുമായിരുന്നു. നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞ ആഴ്ച. യസീദിന് അംഗീകരിക്കാത്ത അബ്ദുല്ലാഹ് ബിൻ സുബൈർ ഉൾപ്പെടെയുള്ള മഹത് വ്യക്തിത്വങ്ങളെ ഹജ്ജാജ് കൊന്നൊടുക്കി. സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനാണ് അബ്ദുല്ലാഹ് ബിൻ സുബൈർ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ യസീദിന്റെ വാഴ്ചയെ അംഗീകരിക്കാത്ത, യസീദിനെ ബൈഅത്ത് ചെയ്യാത്ത അബ്ദുല്ലാഹ് ബിൻ സുബൈറിനെ ഹജ്ജാജ് കൊന്നൊടുക്കി. അങ്ങനെ ഒരുപാട് ആളുകൾ, ഒരാൾ മാത്രമൊന്നുമല്ല, ഒരു സ്വഹാബി മാത്രമൊന്നുമല്ല, ഒരുപാട് പ്രഗത്ഭരായ സാത്വികന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ. ആ കാലഘട്ടത്തിലെ പ്രഗത്ഭ പണ്ഡിതനായിരുന്നു സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ ഹജ്ജാജിന്റെ മുമ്പിൽ ഹാജരാക്കുന്നുണ്ട്. വധിക്കാനായി സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാനായി വാള് തലക്ക് മീതെ ഉയർത്തിയപ്പോൾ ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പുഞ്ചിരിക്കുകയാണ്. വാളുയർത്തിയപ്പോ പണ്ഡിതനും സാത്വികനുമായിരുന്ന ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചു എന്നുള്ളതാണ്. കോപാകുലനായ ഹജ്ജാജ് ചോദിച്ചു, നീ എന്തിനാണ് ചിരിക്കുന്നത്? നീ ഇപ്പോഴും ചിരിക്കുകയാണോ? സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജിബ്തു മിൻ ജുർഅതിക അലല്ലാഹി വഹിൽമുഹു അൻക. താങ്കൾ അല്ലാഹുവോട് കാണിക്കുന്ന ധിക്കാരത്തെയും അല്ലാഹു താങ്കളോട് കാണിക്കുന്ന കാരുണ്യത്തെയും ഞാനൊന്ന് ആലോചിച്ചു പോയി. ഇത്ര വലിയ ധിക്കാരം അല്ലാഹുവോട് താങ്കൾ കാണിച്ചിട്ടും പടച്ചതമ്പുരാൻ താങ്കളോട് കരുണ കാണിക്കുകയാണല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ആശ്ചര്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ പുഞ്ചിരിച്ചത്. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, പടച്ചതമ്പുരാന്റെ ആ നടപടി എന്നെ അത്ഭുതപ്പെടുത്തി. അതിനാലാണ് ഞാൻ ചിരിച്ചത്. കൊല്ലപ്പെടുമെന്ന് ഉറപ്പുള്ളപ്പോഴും ചിരിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലായിരുന്നു സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു. വധിക്കപ്പെടുകയാണ്, കൊല്ലപ്പെടുകയാണെന്ന് വരുമ്പോഴും ചിരിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയാണ് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റേത്. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സാത്വികന്മാരായ ആളുകളുടെ ചരിത്രം മാത്രമല്ല എന്ന് പറയുന്നത്. പക്ഷേ ഇത്ര വലിയ ക്രൂരതകൾക്ക് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാരായ വ്യക്തിത്വങ്ങളെ വിധേയനാക്കിയ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ പരിണിതി എന്തായിരുന്നു എന്നും നമ്മൾ ചരിത്രത്തിൽ പഠിക്കണം. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച് ഏറെക്കാലം കഴിയും മുമ്പേ ഹജ്ജാജിന്റെ കൈക്ക് ഒരു കുരു ബാധിച്ചു, ശരീരത്തിൽ ഒരു കുരു ബാധിച്ചു. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു വധിച്ച് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി ഏറെക്കാലമൊന്നും കഴിഞ്ഞിട്ടില്ല. അതിന്റെ മുമ്പ് ഹജ്ജാജിന്റെ കൈക്ക് ഒരു കുരു ബാധിച്ചു എന്നാണ് പറയുന്നത്. അതിവേഗം അത് ശരീരമാകെ പടർന്നു. ചരിത്രകാരന്മാര് പറയാണ്, അയാൾ കാളയെപ്പോലെ അലറുകയായിരുന്നു. വേദന കൊണ്ട് പുളയുകയായിരുന്നു ആ മനുഷ്യൻ. അത്യന്തം അപമാനകരവും ദുരന്തപൂർവവുമായിരുന്നു ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ അന്ത്യം എന്ന് ചരിത്രത്തിലെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഭൂമിയിൽ അക്രമം കാഴ്ചവെച്ച ഓരോരുത്തരെ എടുത്ത് പരിശോധിക്കുമ്പോഴും ഇത് നമുക്ക് കാണാൻ സാധിക്കും. ആധുനിക ചരിത്രത്തിലേക്ക് എടുത്ത് നോക്കിയാലും
അക്രമികളുടെ പതനം വളരെ മോശമായിരുന്നു, അങ്ങേയറ്റം ഭയാനകമായിരുന്നു, ദയനീയമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏകാധിപതി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഐക്യകണ്ഠേന പറയാൻ കഴിയുന്ന ഒരേ ഒരു അഭിപ്രായം അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏകാധിപതി. കൊടിയ ക്രൂരതയ്ക്കും നിർദ്ദയമായ നരഹത്യക്കും ആരും എവിടെയും എപ്പോഴും ഉദാഹരിക്കുന്ന വ്യക്തിത്വമാണ് അഡോൾഫ് ഹിറ്റ്ലർ. ആര്യവംശീയവാദത്തിന്റെ ശക്തനായ വക്താവായിട്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് പോയത്. ആര്യന്മാരല്ലാത്തവരെയെല്ലാം ജർമ്മനിയിലെ അപരന്മാരായി ഹിറ്റ്ലർ മുദ്രകുത്തി എന്നുള്ളതാണ്. ആര്യന്മാരല്ലാത്തവരെല്ലാം അപരന്മാരാണ്, കൊള്ളരുതാത്തവരാണ്, മാറ്റി നിർത്തപ്പെടേണ്ടുന്നവരാണ്, മാർജിനൈസ് ചെയ്യപ്പെടേണ്ടുന്നവരാണ്. ഇതായിരുന്നു ഹിറ്റ്ലറുടെ വാദം. ആ വാദത്തിന്റെയും ആ ഹിറ്റ്ലറിന്റെ തെറ്റായ അബദ്ധജടിലമായ വംശീയ ബോധ്യത്തിന്റെയും അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ക്രൂരമായ കൊലപാതകങ്ങളായിരുന്നു പിന്നീട് ഹിറ്റ്ലറെ കാഴ്ചവെച്ചത്. 50 ലക്ഷം ജൂതന്മാരെയും 60 ലക്ഷം കമ്മ്യൂണിസ്റ്റുകളെയും ലക്ഷക്കണക്കിന് ആര്യന്മാരല്ലാത്ത മറ്റു ജനവിഭാഗങ്ങളെയും ഹിറ്റ്ലറെ കൊന്നൊടുക്കി എന്നുള്ളതാണ്. ഇതാണ് ഹോളോകോസ്റ്റ് എന്ന പേരിൽ ചരിത്രത്തിൽ നടന്ന കൂട്ട നരഹത്യ. ചരിത്രത്തിൽ വളരെ ഭയാനകമായിട്ടുള്ള നരഹത്യ, ഭീകരമായിട്ടുള്ള നരഹത്യ, മനുഷ്യരെ ചുട്ടുകൊന്ന അവസ്ഥ. രണ്ടാം ലോക ഭീകരയുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ജർമ്മനി വിജയം നേടി, ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയി. എന്നാൽ 1943 മുതൽ റഷ്യൻ ചമ്പടയുടെ നേതൃത്വത്തിൽ എതിരാളികൾ ശക്തമായി തിരിച്ചടിക്കാൻ തുടങ്ങി. അതോടെ ഫാസിസ്റ്റ് ഇറ്റലിക്കും നാസിസ്റ്റ് ജർമ്മനിക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മുസോളിനിയെ പട്ടാളക്കാര് പിടിച്ചുകൊണ്ടുപോയി അടിച്ചുകൊന്ന് ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിത്തൂക്കി. ഭയന്ന് വിറച്ച് അഡോൾഫ് ഹിറ്റ്ലർ കൊട്ടാരത്തിലേക്ക് കിടന്നു ചെന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അവസാനത്തെ അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഹിറ്റ്ലറിന്റെ കൂടെ ജർമ്മനിയും നശിച്ചു പോവുക എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ ചില ആളുകൾ, എനിക്കില്ലെങ്കിൽ പിന്നെ ആർക്കും വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ. ഹിറ്റ്ലർ അങ്ങനെയാണ് ചിന്തിച്ചത്. തന്റെ കൂടെ ജർമ്മനിയും നശിക്കണം, അതുകൊണ്ട് ജർമ്മനിയിലെ നഗരങ്ങൾ അഗ്നിക്കരയാക്കാൻ പട്ടാളക്കാരോട് അദ്ദേഹം കൽപ്പിച്ചു. പക്ഷേ പട്ടാളക്കാർ കേൾക്കുന്നില്ല. കാരണം ഹിറ്റ്ലർ ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു. ഹിറ്റ്ലറെ പിന്തുണക്കാൻ, ഹിറ്റ്ലറെ സഹായിക്കാൻ ആരുമില്ല. വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയും വളർത്തുനായും മാത്രമേ തന്റെ കൂടെയുള്ളൂ, തന്നെ പിന്തുണക്കാനുള്ളൂ എന്ന് ഹിറ്റ്ലർ മനസ്സിലാക്കി. അയാൾ ഭാര്യക്കും അതുപോലെ തന്നെ വളർത്തുനായക്കും വിഷം കൊടുത്തു. അവസാനം ഹിറ്റ്ലറും വിഷം കഴിച്ചു. പക്ഷേ വംശീയ ഭ്രാന്ത് ബാധിച്ചാൽ ആരിലും വിശ്വാസമില്ലാത്ത ഒരവസ്ഥ വരും. ഹിറ്റ്ലറെ സംബന്ധിച്ച് ചരിത്രകാരന്മാർ പറയാണ്, ഹിറ്റ്ലർക്ക് വിഷത്തിൽ പോലും വിശ്വാസമില്ലാത്ത അവസ്ഥയുണ്ടായി. ഈ വിഷം കഴിച്ചാൽ ഞാൻ മരിക്കുമെന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് ഹിറ്റ്ലർ വിഷം കഴിച്ചതോടൊപ്പം തന്നെ തോക്ക് വായിലേക്ക് വെച്ച് തലച്ചോറ് പിളർക്കും വിധം വായിലേക്ക് വെടിയുതിർത്തു എന്നാണ്. അങ്ങനെയാണ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നത്. സഹോദരങ്ങളെ, ആധുനിക ചരിത്രം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ ഹിറ്റ്ലറുടെ അന്ത്യം ഇപ്രകാരമായിരുന്നു. പക്ഷേ അതിന് കുറച്ച് സമയമെടുത്തു. ആദ്യഘട്ടത്തിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മനി മുന്നേറുകയാണെന്ന് പലർക്കും തോന്നി. അന്യായമായി മനുഷ്യരെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കുന്ന, അക്രമം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയെയും ഒരു ജനവിഭാഗത്തെയും അധികകാലം അള്ളാഹു വാഴിക്കില്ല. അതിന് ചരിത്രം സാക്ഷിയാണ്, കാലം സാക്ഷിയാണ്, ഖുർആൻ സാക്ഷിയാണ്. അള്ളാഹു ചോദിക്കുകയാണ്, കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ, എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ ഉപേക്ഷിച്ചു പോയത്. നശിപ്പിക്കപ്പെട്ട ജനസമൂഹങ്ങളെ ചൂണ്ടിക്കൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത്. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ, എത്രയെത്ര അരുവികളും തോട്ടങ്ങളുമാണ് അവർ ഉപേക്ഷിച്ചു പോയത്. വസുറൂഇൻ വമകാമിൻ കരീം, എത്രയെത്ര കൃഷിയിടങ്ങളും മാന്യമായ സ്ഥാനങ്ങളുമാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. വനിഅമത്തിൻ കാനൂ ഫീഹാ ഫഖീൻ, അവർ ഉല്ലസിച്ചുകൊണ്ടിരുന്ന എത്രയോ ആസ്വാദനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അവർ സുഖിച്ചാസ്വദിച്ചു കൊണ്ടിരുന്ന എത്രയോ അനുഗ്രഹങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. വലിയ വലിയ പദവികൾ,
അവരുടെ കൃഷിയിടങ്ങൾ, മനോഹരമായ അരുവികൾ, ഉദ്യാനങ്ങൾ, ഗാർഡനുകൾ, തോട്ടങ്ങൾ, കൊട്ടാരങ്ങൾ, എത്രയെത്രയാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത്, അവർ ഉപേക്ഷിച്ചു പോയത്. ആ ജനവിഭാഗത്തെ അല്ലാഹു തആല നശിപ്പിച്ചതിനു ശേഷം വേറൊരു ജനതയെ ഈ ധനത്തിന്റെ എല്ലാം, ഈ സ്ഥാനമാനങ്ങളുടെ എല്ലാം അവകാശികളാക്കി അല്ലാഹു മാറ്റുകയാണ്. അതാണ് ഈ പ്രപഞ്ചത്തിന്റെ ചര്യ എന്ന് പറയുന്നത്. അതാണ് അല്ലാഹുവിന്റെ സുന്നത്ത് എന്ന് പറയുന്നത്. فما بكت عليهم السماء والأرض وما كانوا منظرين فما بكت عليهم السماء والأرض. നശിപ്പിക്കപ്പെടേണ്ടുന്ന ഈ ജനവിഭാഗത്തെ നശിപ്പിച്ചാൽ ആകാശവും ഭൂമിയും കരയില്ല. വേറൊരു വിശദീകരണം, ആകാശഭൂമികളിൽ ആരും കരയില്ല. അതിന് മാത്രം ക്രൂരതകളാണ് അവരെ കാഴ്ചവെച്ചിട്ടുള്ളത്. വമാക്കാനോ മുൻവരീൻ, അള്ളാഹുവിന്റെ സമയമായി കഴിഞ്ഞാൽ അവർക്ക് സാവകാശം ലഭിക്കുകയുമില്ല. ചരിത്രത്തിൽ അക്രമങ്ങൾ കാഴ്ചവെച്ച നിരവധി ജനസമൂഹങ്ങൾ അവർ നശിപ്പിക്കപ്പെട്ട ചരിത്രമാണ് കാര്യമായും പറയാനുള്ളത്. ഇനി ഏതെങ്കിലും ഒരു ജനത അക്രമങ്ങൾ ചെയ്തിട്ട് അവർ നശിപ്പിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇരട്ടിയായി കഠോരമായ ശിക്ഷയാണ് അല്ലാഹു തആല പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ നശിപ്പിക്കപ്പെടൽ കൊണ്ട് ശിക്ഷ അവസാനിക്കൂല, പരലോകത്ത് വേറെയും കിട്ടാൻ പോകുന്നുണ്ട്. പക്ഷേ അത് ഈ ലോകത്ത് കിട്ടാത്തവർക്ക് അതിന്റെ ഭാഗം കൂടി പരലോകത്ത് ലഭിക്കും എന്നർത്ഥം. അതുകൊണ്ട് അധികാരവും സമ്പത്തും കയ്യിലുണ്ടെന്ന് വെച്ച്, സ്ഥാനമാനങ്ങൾ, പദവികൾ കയ്യിലുണ്ടെന്ന് വെച്ച് മറ്റുള്ളവരോട്, പാവപ്പെട്ടവരോട് അക്രമം ചെയ്തേക്കരുതെന്നുള്ള വലിയൊരു ശിക്ഷണ പാഠമാണ്, സംസ്കരണ പാഠമാണ് ഈ ചരിത്രത്തിൽ നിന്ന് എല്ലാവർക്കുമുള്ളത്, നമുക്കെല്ലാവർക്കുമുള്ളത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അക്രമികളെ പല നിലയിലും അല്ലാഹു തആല ശിക്ഷിക്കും. ആധുനിക ഇസ്ലാമിക നവോത്ഥാന ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഇസ്ലാമിക പ്രബോധകരെ കൈകാര്യം ചെയ്തിരുന്ന അധീശവർഗത്തെ അല്ലാഹു എങ്ങനെയാണ് ശിക്ഷിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. സാമ്രാജ്യത്വത്തിന്റെ വെല്ലുവിളികൾക്ക് മുമ്പിൽ പകച്ചു നിന്ന മുസ്ലിം സമൂഹത്തെ ആദർശബോധത്താൽ കർമ്മസജ്ജമാക്കിയ മുന്നണി പോരാളിയായിരുന്നു 20-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക നവോത്ഥാന നായകൻ ഷഹീദ് ഹസനുൽ ബന്ന. അദ്ദേഹം രക്തസാക്ഷിയായതുകൊണ്ടാണ്, പിൽക്കാലത്ത് രക്തസാക്ഷിയായതുകൊണ്ടാണ് ഷഹീദ് ഹസനുൽ ബന്ന എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടത്, റഹ്മത്തുള്ളാഹി അലൈഹി. ഇസ്ലാമിനെ സമഗ്രവും സമ്പൂർണവുമായ ഒരു ജീവിത വ്യവസ്ഥയായിട്ട് ലോകത്തിന്റെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളതാണ്. പ്രവാചകന്മാരുടെ വഴിയിൽ നിന്നുകൊണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൈവെടിഞ്ഞ് മഹാന്മാരായ പ്രവാചകന്മാര് മുന്നോട്ട് വെച്ച ഇസ്ലാമിന്റെ തനതായ ശരിയായ മാർഗത്തിലേക്ക് ഷഹീദ് ഹസനുൽ ബന്ന ജനങ്ങളെ ക്ഷണിച്ചു. പക്ഷേ ആ കാലഘട്ടത്തിൽ ഈജിപ്ത് ഭരിച്ചിരുന്ന ഏകാധിപതിയായ ഭരണാധികാരി, അദ്ദേഹം ഒരു മുസ്ലിം നാമധാരി തന്നെയായിരുന്നു, മുസ്ലിം പേരുള്ള ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇതൊന്നും ഇഷ്ടമായിരുന്നില്ല. ഇസ്ലാമിന്റെ സമഗ്രതയും സമ്പൂർണതയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകന്മാരെ പ്രബോധനം ചെയ്ത ശരിയായ തനതായ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാൻ ആ കാലഘട്ടത്തിലെ മുസ്ലിം നാമധാരിയായിട്ടുള്ള ഫാറൂഖ് രാജാവിന് സാധ്യമായില്ല. കാരണം അദ്ദേഹത്തിന്റെ തൃപ്തി ഇസ്ലാമിനോടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ ഇഷ്ടം ഇസ്ലാമിനോടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ താല്പര്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോടായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ആജ്ഞാനുവർത്തിയായിരുന്നു അദ്ദേഹം. ഇമാം ബന്നയെയും ഇസ്ലാമിക പ്രസ്ഥാനത്തെയും ഇല്ലാതാക്കാൻ നിരന്തരമായ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് 949 ഫെബ്രുവരി 12 രാത്രി ഈജിപ്ഷ്യൻ സർക്കാരിന്റെ ഏജന്റുമാർ ഇമാം ബന്നയെ വെടിവെച്ചു കൊന്നത്. അങ്ങനെയാണ് ഷഹീദ് ഹസനുൽ ബന്നയായിട്ട് മാറുന്നത്. അക്രമിയും സ്വേച്ഛാധിപതിയുമായിരുന്ന ഫാറൂഖ് രാജാവായിരുന്നു അതിന്റെ പിന്നിൽ. അദ്ദേഹത്തിന്റെ ഭരണകൂടം ഷഹീദ് ബന്നയുടെ മൃതദേഹത്തോട് പോലും കടുത്ത അനീതി കാണിച്ചു എന്നുള്ളതാണ്. അതേറ്റുവാങ്ങാൻ പിതാവിന് മാത്രമാണ് അനുമതി നൽകിയത്. ആധുനിക കാലത്തെ 20-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക നവജാഗരണത്തിന്റെ മൊത്തം കുത്തക ഇമാം ബന്നക്കുള്ളതാണെന്ന് ജോൺ എസ്പോസിറ്റോ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഓറിയന്റലിസ്റ്റ് പണ്ഡിതൻ അദ്ദേഹം എഴുതുകയാണ്. അതിന് മാത്രം ആധുനിക ലോകത്തെ ഇസ്ലാമികമായി ചലിപ്പിച്ച പണ്ഡിതനായിരുന്നു ഷഹീദ് ഹസനുൽ ബന്ന.
ഷഹീദ് ഹസനുൽ ബന്നയെ കൊന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മയ്യത്ത് ഏറ്റുവാങ്ങാൻ പിതാവിന് മാത്രമാണ് അനുമതി നൽകിയത്. സഹായത്തിന് പോലും ആരെയും കൂടെ കൂട്ടാൻ അനുമതി ലഭിച്ചില്ല. ലോക ഇസ്ലാമിക നവജാഗരണത്തിന്റെ അമരക്കാരനായ ഇമാമുന ഷഹീദ് ഹസനുൽ ബന്നയുടെ മരണാനന്തര കർമ്മങ്ങൾ നിർവഹിക്കാൻ അനുവാദം നൽകിയതും പിതാവിനും കുടുംബത്തിലെ ഏതാനും സ്ത്രീകൾക്കും മാത്രമായിരുന്നു. അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ ഇമാം ഇബ്നു തൈമിയുടെ ജനാദ സംസ്കരണത്തിന് വലിയ ജനത സംഘടിച്ചതുപോലെ, അതുപോലെ ലോകത്ത് പല മഹാന്മാരുടെയും ജനാദ സംസ്കരണത്തിന് വലിയ ജനാവലി ഒരുമിച്ച് കൂടിയതുപോലെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ജനാവലിയായിട്ട് ഷഹീദ് ഹസനുൽ ബന്നയുടെ മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടുമായിരുന്നു. പക്ഷേ അനുമതി ഉണ്ടായിരുന്നില്ല. ഫാറൂഖ് രാജാവ് അനുമതി കൊടുത്തില്ല. പിതാവിനും കുടുംബത്തിലെ ഏതാനും ചില സ്ത്രീകൾക്കും മാത്രം അനുമതി കൊടുത്തു. അവരെല്ലാവരും ചേർന്നാണ് മൃതദേഹം സംസ്കരിച്ചത്. പക്ഷേ അക്രമിയായ ഫാറൂഖ് രാജാവിന്റെ പതനം എപ്രകാരമായിരുന്നു? അതാണ് നമ്മുടെ വിഷയം. ഹജ്ജാജ് ഇബ്നു യൂസുഫ് അദ്ദേഹം മഹാന്മാരായ സ്വഹാബിമാരോട് ചെയ്ത ക്രൂരതകൾക്ക് എന്തൊക്കെയാണ് അദ്ദേഹം അനുഭവിച്ചത്? അതുപോലെ തന്നെ ഇമാമുന ഷഹീദ് ഹസനുൽ ബന്ന അദ്ദേഹത്തിന്റെ മൃതദേഹത്തോട് പോലും മയ്യത്തിനോട് പോലും ക്രൂരത ചെയ്ത ഫാറൂഖ് രാജാവിന്റെ പതനം എപ്രകാരമായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അക്രമിയായ ഫാറൂഖ് രാജാവിന് ഏറെയൊന്നും മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ജമാൽ അബ്ദുൽ നാസറിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ രൂപം കൊണ്ട സൈനിക സംഘം 1952 ഫാറൂഖ് രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കി. ഫാറൂഖ് രാജാവിന് നാട് വിടേണ്ടി വന്നു. വിദേശത്തായിരിക്കെ അദ്ദേഹത്തിന് തന്റെ മയ്യത്ത് മറവ് ചെയ്യാൻ നോക്കണം. നമ്മൾ വിദേശത്തായിരിക്കെ നാട് വിട്ടുപോയി. ഇറ്റലിയിലാണ് ജീവിക്കുന്നത്. ഇറ്റലിയിൽ നിന്ന് അദ്ദേഹം കത്തെഴുതുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ആവശ്യം? അദ്ദേഹത്തിന്റെ മൃതദേഹം മയ്യത്ത് മറവ് ചെയ്യാൻ ജന്മനാട്ടിലെ അൽറിഫ പരിസരത്ത് 6 അടി മണ്ണ് അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈജിപ്ഷ്യൻ ഭരണകൂടത്തിന് അദ്ദേഹം കത്തെഴുതുകയാണ്. അതിനുപോലും അനുമതി കിട്ടുന്നില്ല. അദ്ദേഹം ഈജിപ്ഷ്യൻ ഭരണകൂടത്തിന് കത്തെഴുതി. അന്നത്തെ ഈജിപ്ഷ്യൻ ഭരണാധികാരി ജമാൽ അബ്ദുൽ നാസർ 6 അടി മണ്ണ് അനുവദിച്ചെങ്കിലും അദ്ദേഹം ചോദിച്ച സ്ഥലത്ത് കൊടുത്തില്ല, അൽറിഫ പരിസരത്ത് കൊടുത്തില്ല. 965 മാർച്ച് 15 ഇറ്റലിയിൽ വെച്ച് മരിച്ച ഫാറൂഖ് രാജാവിന്റെ മൃതദേഹം മാർച്ച് 31 ഈജിപ്തിലെ ഇബ്രാഹിം ശ്മശാനത്തിൽ അടക്കം ചെയ്തത്. 2 ആഴ്ച കഴിഞ്ഞാണ് അനുമതി കിട്ടുന്നത്. അതും ചോദിച്ച സ്ഥലത്തായിരുന്നില്ല. ആരായിരുന്നു ഫാറൂഖ് രാജാവ്? നമ്മൾ പഠിക്കണം. ഡസൻ കണക്കിന് കൊട്ടാരങ്ങളും 100 കണക്കിന് കാറുകളും സ്വന്തമായിട്ടുണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്നു ഫാറൂഖ് രാജാവ്. നല്ല ചുവപ്പ് നിറം നൽകി തന്റെ കാറിന്. എന്നിട്ട് ആളുകളോട് പറഞ്ഞു, രാജാവിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ചുവപ്പ് നിറമുള്ള കാറ് ഈജിപ്തിൽ മറ്റാരും ഉപയോഗിക്കരുത്. ചുവപ്പ് നിറമുള്ള കാറ് കണ്ടാൽ അത് രാജാവിന്റെ കാറാണെന്ന് ആളുകൾ വിശ്വസിക്കണം, മനസ്സിലാക്കണം. അതിന് മാത്രം അഹങ്കാരിയായിരുന്ന ഭരണാധികാരിയായിരുന്നു ഫാറൂഖ് രാജാവ്. അയാൾ ചരിത്രത്തിൽ ഒന്നുമല്ലാതായി എന്ന് മാത്രമല്ല, ഈജിപ്തിലെ ഇബ്രാഹിം ശ്മശാനത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം മറമാടിയത് അർദ്ധരാത്രിയിലായിരുന്നു. ആരും അറിയാതെ, ആരും കാണാതെ. സഹോദരങ്ങളെ, ഇമാം ഹസനുൽ ബന്നയുടെ മയ്യത്തിനോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ എന്നല്ലാതെ എങ്ങനെയാണ് ഇതിനെയൊക്കെ വിശദീകരിക്കുവാൻ സാധിക്കുക? ഫാറൂഖ് രാജാവ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിറകെ വന്ന ഇപ്പറയപ്പെട്ട ജമാൽ അബ്ദുൽ നാസർ അടക്കമുള്ള ഭരണാധികാരികൾ ഇസ്ലാമിക പ്രവർത്തകരെയും പണ്ഡിതന്മാരെയും വേട്ടയാടുന്നതിൽ ഒട്ടും പിറകിലായിരുന്നില്ല. ഒരുപാട് പണ്ഡിതന്മാരെയും ആധുനിക ഇസ്ലാമിക നവജാഗരണത്തിന് ലോകത്ത് നേതൃത്വം കൊടുത്ത മഹാന്മാരായ നിരവധി പരിഷ്കർത്താക്കളെയും വേട്ടയാടി കൊന്നുകളഞ്ഞു. ഷഹീദ് സയ്യിദ് കുത്തുബിനെ പോലുള്ള, അബ്ദുൽ ഖാദർ ഔധയെ പോലുള്ള പോരാളികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഭരണാധികാരിയായിരുന്നു ഫാറൂഖ് രാജാവിന്റെ ശേഷം വന്ന ജമാൽ അബ്ദുൽ നാസറും. ഇസ്ലാമിക പ്രവർത്തകരെ തടവിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ജമാൽ അബ്ദുൽ നാസറിന്റെ ജയിലർമാർ ഇസ്ലാമിക പ്രവർത്തകരോടും പണ്ഡിതന്മാരോടും പറയുമായിരുന്നു, എവിടെ നിങ്ങളുടെ പടച്ചോൻ? നിങ്ങളൊക്കെ പടച്ചോന്റെ പേരിലല്ലേ എതിരെ നിൽക്കുന്നത്? പടച്ചവനിലേക്കല്ലേ നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കുന്നത്? ജമാൽ അബ്ദുൽ നാസറിന്റെ കിങ്കരന്മാർ ഇസ്ലാമിക പണ്ഡിതന്മാരോടും പരിഷ്കർത്താക്കളോടും ഇസ്ലാമിക പ്രവർത്തകരോടും ചോദിക്കുമായിരുന്നു, എവിടെയാണ് നിങ്ങളുടെ പടച്ചോൻ?
നിങ്ങളുടെ അള്ളാഹുവിനെ ഞാൻ ഈ കമ്പിയിൽ കോർക്കും. ആ പടച്ചോനെ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പടച്ചോനെ ഞാൻ ഈ കമ്പിയിൽ കോർക്കും. ജമാൽ അബ്ദുൽ നാസറിന്റെ കിങ്കരന്മാർ, ജയിലർമാർ, അദ്ദേഹം ഇസ്ലാമിക പ്രവർത്തകരോട് പറയുമായിരുന്നു, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ജമാൽ അബ്ദുൽ നാസറിന്റെ ധിക്കാരത്തിന്റെ ഫലവും അദ്ദേഹം ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിച്ചു എന്നുള്ളതാണ്. ഇരുമ്പ് കമ്പി കൊണ്ട് പോകുന്ന വഴിയിൽ ട്രക്കിൽ കാറിടിച്ചാണ് അയാളുടെ കഥ കഴിഞ്ഞത്. അള്ളാഹുവിനെ കമ്പിയിൽ കോർക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ജയിലർമാർ ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തകരോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അറിയണം, മനസ്സിലാക്കണം, അയാളുടെ ശരീരം കഷ്ണം കഷ്ണമായി മുറിച്ചെടുത്താണ് കമ്പിയിൽ നിന്നും കാറിൽ നിന്നും വേർപെടുത്തിയത്. എങ്ങനെയാ മരിച്ചത്? ജമാൽ അബ്ദുൽ നാസറിന്റെ ധിക്കാരത്തിന്റെ ഫലം ഈ ലോകത്ത് വെച്ച് തന്നെ അദ്ദേഹം അനുഭവിച്ചു. ഇരുമ്പ് കമ്പി കൊണ്ടുപോകുന്ന ട്രക്കിൽ കാറിടിച്ച് അങ്ങനെയാ കഥ കഴിഞ്ഞത്, മരിച്ചത്. അയാളുടെ ശരീരം കഷ്ണം കഷ്ണമായി മുറിച്ചെടുത്താണ് കമ്പിയിൽ നിന്നും കാറിൽ നിന്നും വേർപെടുത്തിയത്. വാളെടുത്തവൻ വാളാൽ എന്ന് പറയാറുണ്ടല്ലോ, ആ രീതിയിലുള്ള പടച്ചവന്റെ ശിക്ഷയാണ്. അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ വളരെ കൃത്യമായി ഭൂമിയിൽ നടന്നിട്ടുണ്ട്. ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആധുനിക ചരിത്രത്തിൽ പോലും അതിന് ഒരുപാട് അടയാളങ്ങൾ ഉണ്ടെങ്കിൽ, ചരിത്രത്തിൽ ഇപ്പൊ വർത്തമാനത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരതകൾക്കൊന്നും പടച്ചവൻ പകരം ചോദിക്കില്ല എന്നാരും അറിയാതെ പോവരുത്. ഫലസ്തീൻ മക്കൾ ഇരയായിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകൾ നിരന്തരമായി ഓരോ നല്ല മനസ്സിനെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ പക്ഷത്തിൽ നിന്നുകൊണ്ട് ഇപ്പോഴും ഒക്ടോബർ 7 ഒരാക്രമണം അങ്ങോട്ട് അഴിച്ചു വിട്ടത് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് പറയുന്ന വലിയൊരു ജനവിഭാഗം ആളുകളുണ്ട്. അവർ അന്ധന്മാരാണ്, ബധിരന്മാരാണ്, മൂകന്മാരാണ്. അവർക്ക് കാര്യം മനസ്സിലാവൂല. എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവൂല. ഫലസ്തീനികൾ ഇരയാവാൻ തുടങ്ങിയത്, ഫലസ്തീനികൾ വേട്ടയാടാൻ തുടങ്ങിയത് ഒക്ടോബർ 6 7 അല്ല. നിരന്തരമായ വേട്ടകൾക്കും അക്രമങ്ങൾക്കും അവർ ഇരയായി കൊണ്ടിരിക്കുകയാണ്. അതിനെ നടത്തിയൊരു പ്രതികരണം മാത്രമായിരുന്നു അന്ന് കണ്ടത്. അത് അന്നോടുകൂടി ഫലസ്തീനികൾ ഇരയാവുന്ന അന്നോടുകൂടി ആരംഭിച്ചതല്ല. അതെങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. പക്ഷേ പടച്ചതമ്പുരാൻ ഇതൊന്നും കാണുന്നില്ലെന്ന് ആരും മനസ്സിലാക്കേണ്ട, ആരും അറിയണ്ട. തീർച്ചയായും ഇസ്രയേൽ ഇതിനെല്ലാം അനുഭവിക്കുക തന്നെ ചെയ്യും. നെതന്യാഹു അനുഭവിക്കും, സയനിസ്റ്റുകൾ അനുഭവിക്കും. അത് ചരിത്രത്തിന്റെ കാവ്യനീതിയാണ്. ഇസ്രയേൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ പോലും വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. നമുക്കറിയാമല്ലോ, മുസ്ലിങ്ങൾ അനർഹമായിട്ട് പലതും നേടുന്നു എന്ന് ആവർത്തിച്ചുകൊണ്ട് ഒരു സമുദായ നേതാവ് ഇങ്ങനെ തുടരെ പറയുമ്പോഴും സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരി കാമ എന്ന് പറഞ്ഞോ? നിശബ്ദനാണ്, മൗനിയാണ്, ഒന്നും പറയുന്നില്ല. പാർട്ടി പറഞ്ഞു അത് വേറെ, പക്ഷേ ഭരണാധികാരിക്ക് ബാധ്യതയില്ലേ? നിരന്തരമായി ഇങ്ങനെ വിദ്വേഷം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നിശബ്ദമാണ് ഭരണകൂടം പോലും. അതിനെതിരെ എന്താണ് വസ്തുതയെന്ന് പറയാൻ മുന്നോട്ട് വരുന്നില്ല. അനർഹമായി ഒന്നും നേടാത്ത ഒരു സമൂഹത്തെ അനർഹമായി നേടി എന്ന് പറയുമ്പോൾ, അതുപോലെ എന്തൊക്കെ വിദ്വേഷ പ്രചരണങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഹോട്ടലുകളിൽ തുപ്പിയ ഭക്ഷണമാണ് വിൽക്കുന്നത് എന്ന രീതിയിലുള്ള പച്ചക്കള്ളം സോഷ്യൽ മീഡിയയിലൂടെ വേറൊരു കൂട്ടർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വസ്തുതയുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്തതാണെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും അറിയാം. എന്നിട്ടും തുടരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നിയമപരമായി ഇത്തരം കള്ളപ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് സാധ്യമാവണം. നിയമപരമായി ലീഗലായിട്ട് തന്നെ ഇത്തരം കള്ളപ്രചരണങ്ങളെ പ്രതിരോധിക്കുവാൻ നമുക്ക് സാധ്യമാവണം. അത് നമ്മുടെയൊക്കെ അവകാശമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ക്ഷമ കൈവിടാതെ മുന്നോട്ട് പോവാനും നമുക്ക് കഴിയണം, സ്വബറോടുകൂടി മുന്നോട്ട് പോവാൻ. കാരണം അല്ലാഹു തആല ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് നാം പഠിച്ചത്. അല്ലാഹു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. പടച്ചവൻ ഇതിനോടൊന്നും പ്രതികരിക്കാതിരിക്കില്ല. ഈ വ്യാജന്മാരെയും ഈ അക്രമികളെയും ശിക്ഷിക്കാൻ അല്ലാഹു പ്രാപ്തനാണ്. അവൻ ക്ഷമിക്കാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ലതുബലവുന്ന ഫീ അംവാലികും വഅൻഫുസികും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും വമിനല്ലദീന അശ്റകൂ വദൻ കസീറാ വയൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ലതുബലവുന്ന ഫീ അംവാലികും വഅൻഫുസികും, നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ
ശരീരങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളിൽ നിന്നും അതുപോലെ ബഹുദൈവ വിശ്വാസികളിൽ നിന്നും നിങ്ങൾ ധാരാളമായി കേൾക്കേണ്ടി വരും, ദുരാരോപണങ്ങൾ കേൾക്കേണ്ടി വരും. ഈ ഘട്ടങ്ങളിൽ വഇൻ തസ്ബിറൂ വതത്തഖൂ, നിങ്ങൾ ക്ഷമ കൈകൊണ്ടാൽ, നിങ്ങൾ തഖ്വയോടുകൂടി മുന്നോട്ട് പോയാൽ, ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, നിശ്ചയം അതാണ് നിശ്ചയദാർഢ്യമുള്ള കാര്യങ്ങളിൽപ്പെട്ടത്. സ്വബറിന്റെയും തഖ്വയുടെയും നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ ഇസ്ലാമിക ഉമ്മത്തിന് സാധ്യമാവേണ്ടതുണ്ട്. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം, ഖബർ ജീവിതം അല്ലാഹു കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരുടെ ഗണത്തിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം സന്തോഷത്തോടെ സ്ഥായിയായി സംഗമിക്കുന്നവരുടെ കൂട്ടത്തിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അർജുൻ എന്ന് പറയുന്ന ആ സഹോദരൻ, അതുപോലെ തന്നെ ആ മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുള്ള മറ്റു സഹോദരങ്ങളും അല്ലാഹു തആല പെട്ടെന്ന് തന്നെ അവരെ തിരിച്ചു കിട്ടുവാൻ ഏകദേശം 10-11 ദിവസങ്ങളായി തുടർച്ചയായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ തെരയാതെ തന്നെ തിരിച്ച് കിട്ടുന്ന ഒരു അവസ്ഥാവിശേഷവും സാഹചര്യവും പടച്ചതമ്പുരാൻ എളുപ്പമാക്കി തരുമാറാവട്ടെ, എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങളെ അല്ലാഹു സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹു തആല അവർക്ക് തഖ്വയും ഈമാനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല വഴിപിഴച്ചു പോകുന്നതിൽ നിന്ന് നമ്മുടെ എല്ലാവരുടെയും മക്കളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി, നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കടങ്ങളിൽ നിന്ന്, സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അർദ അൻ അബീ ബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി
وعن بقية الصحابة والصحابية كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار إنها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. اللهم انصر المسلمين المجاهدين في فلسطين، اللهم انصرهم في غزة، اللهم انصرهم في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.